ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 16 4/12/1986. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് ആശ്ചര്യവും വളരെ സംശയവുമുണ്ട്. എന്റെ എഴുതുന്ന കൈ എന്തുകൊണ്ട് എനിക്ക് നിയന്ത്രിച്ചുകൂടാ? ഞാൻ മറ്റൊരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ഞാൻ വളരെ വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് സംശയം ഉണ്ടാകുന്നത്. എന്നിട്ടും ഇതെല്ലാം സംഭവിക്കുന്നു. ഞാൻ അവ്യക്തതയിലാണ്. ഞാൻ ഇവിടെയുണ്ട്. ഇത് ഞാനാണ്, യേശു. മകളെ, ഓർക്കുക, നീ ആത്മാവാണ്, ഞാനും ആത്മാവാണ്, പരിശുദ്ധനുമാണ്. ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു. എന്നിൽ നിലകൊള്ളുക. ഞാൻ, യേശു, എപ്പോഴും നിന്നോടുകൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എന്റെ പ്രകാശത്തിൽ വസിക്കുക, എന്തെന്നാൽ ഞാൻ പ്രകാശമാകുന്നു. എന്നിൽ കൂടിയാണ് നിനക്ക് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നീ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങ് തന്നെയാണ് ഈ സന്ദേശങ്ങൾ നൽകുന്നതെന്ന് അങ്ങെന്നെ ബോധ്യപ്പെടുത്തി. അങ്ങ് 2 ലക്ഷ്യങ്ങളും സാധിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കണമെന്നുള്ളതും അങ്ങെന്നെ ഈ വിധത്തിൽ സന്ദർശിക്കുന്നു എന്നതും. സ്നേഹത്താൽ അങ്ങെന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഈ സന്ദേശങ്ങൾ പിശാചുക്കളിൽ നിന്നല്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പിശാചുക്കൾ ആക്രമിക്കുമ്പോഴത്തെ അനുഭവം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് ഇപ്രകാരം സന്ദേശം സ്വീകരിക്കുന്നത് നിർത്താൻ പോലും ഞാൻ ആലോചിച്ചപ്പോൾ, ഇത് ഞാൻ തിരഞ്ഞെടുത്ത പാതയല്ല. കാരണം ഞാൻ അങ്ങിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അത് അവിടുന്ന് മാത്രം നിശ്ചയിച്ചതാണല്ലോ. ഞാൻ അല്പം പോലും പരിതപിക്കുന്നില്ല. അതെങ്ങനെ സാധിക്കും? അവിടുന്ന് എന്നെ ഇപ്പോൾ സ്നേഹത്താൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മകളെ, എന്നോടുകൂടി നിലകൊള്ളുന്നതിനു വേണ്ടി ഞാനാണ് നിന്നെ ഉയർത്തിയത്. എന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ നിന്നെ അഭ്യസിപ്പിച്ചു. ഈ വിധത്തിൽ എന്നോടുകൂടി ആയിരിക്കുന്നതിൽ നീ സന്തോഷിക്കുന്നുവോ? അതെ, നിശ്ചയമായും. ഞാൻ എന്റെ ഹൃദയാന്തർഭാഗത്തു നിന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു. 8/12/1986. എനിക്ക് അങ്ങയുടെ പ്രകാശത്തിൽ ജീവിക്കുവാൻ കഴിയുമോ? നീ എന്റെ പ്രകാശത്തിലാണ്. ഞാൻ, യേശു, നിന്റെ രക്ഷകനാണ്. മകളെ, എന്റെ കുരിശ് ധരിക്കുക എന്നാൽ എന്നോടുകൂടെ എന്റെ കഷ്ടതയിൽ പങ്കുകൊള്ളുക എന്നതാണ്. കഴുത്തിൽ ധരിക്കുന്ന കുരിശാണ് ഇവിടെ യേശു അർത്ഥമാക്കുന്നത്. 10/12/1986. മകളെ, നീ എന്നെ അനുഗമിക്കുമോ? എന്നിൽ നിന്ന് അകന്നു പോകരുത്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. യേശുവെ, ഞാൻ ആയിരിക്കുന്നത് പോലെ തുടരുവാൻ കഴിയുമോ? കാര്യമായ നിയന്ത്രണമില്ലാത്ത ജീവിതവും അതോടൊപ്പം യേശുവിന്റെ ശിഷ്യത്വവും. എന്നെ ശ്രദ്ധിക്കുക. എന്റെ സഭയെ പൂർണ്ണമായി പിന്തുടരാതിരുന്ന ഒരു വിശുദ്ധനെയെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? ഭാഗികമായി എന്നെ പിന്തുടർന്ന ഒരാളെയെങ്കിലും ഇക്കൂട്ടത്തിൽ പറഞ്ഞു തരിക. ആരും തന്നെയില്ല. ഇല്ല, ആരും തന്നെയില്ല. ഞാൻ തുടർന്ന് സംസാരിക്കുന്നതിന് യേശു കാത്തിരിക്കുന്നത് പോലെ തോന്നി. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുമിപ്പിക്കണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? അതെ, ഞാനത് ആഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ട. നീ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ ഒരു ദീർഘനിശ്വാസം ഇട്ടു. ഞാൻ പൂർണ്ണമായും അങ്ങയെ പിന്തുടരാതിരുന്നാൽ എന്തുണ്ടാകും? നീ മാറ്റമില്ലാതെ തുടർന്നാലും ഞാൻ നിന്നെ വിളിക്കുന്നത് ഒരിക്കലും നിർത്തുകയില്ല എന്ന് നിനക്ക് മനസ്സിലാകും. ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ? നിനക്ക് ചോദിക്കാമല്ലോ. എന്നിൽ സാരമായ മാറ്റങ്ങൾ വരുന്നത് അങ്ങ് ആഗ്രഹിക്കുന്നുവോ? അതെ. അങ്ങ് പറയുന്നത് പോലെയുള്ള ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് ഞാൻ മാറുന്നതിൽ എന്തു വ്യത്യാസമാണുള്ളത്? നിശ്ചയമായിട്ടും അതിൽ വ്യത്യാസമുണ്ട്. എന്നിലേക്ക് തിരിയുക, എന്നിൽ വസിക്കുക. ഭാവിയിൽ വരാനിരിക്കുന്നത് ഇപ്പോൾ തന്നെ അങ്ങേക്ക് കാണുവാൻ കഴിയുമോ? പ്രിയപ്പെട്ടവളെ, എനിക്ക് സാധിക്കും. ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ? നിനക്ക് ചോദിക്കാം. അങ്ങേക്ക് ഭാവിയെ കാണുവാൻ കഴിയുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിന് മറുപടി നൽകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു ഹൃദയം അടയാളമായി വരച്ചാൽ മതി.
അവസാനം ഞാൻ അങ്ങയെ നിരാശപ്പെടുത്തുമോ? ഇല്ല, നീ എന്നെ നിരാശപ്പെടുത്തുകയില്ല. എനിക്ക് ആശ്വാസമായി. എങ്ങനെയുള്ള അനുഭവമാണ് എന്നിൽ നിന്ന് അങ്ങേക്കുണ്ടാവുക? ദൈവമായ ഞാൻ നിന്നിലൂടെ മഹത്വപ്പെടും. നിശ്ചയമായും എന്നിലൂടെ അങ്ങ് മഹത്വപ്പെടുമോ? നിശ്ചയമായും. ഭയപ്പെടാതിരിക്കുക. വിശുദ്ധിയിൽ വളരുന്നതിന് നീ എന്തിനു ഭയപ്പെടുന്നു? ഓർക്കുക, നീ എന്റെ വിളിയുടെ ആദ്യഘട്ടത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങ് അർത്ഥമാക്കുന്നത്? അതായത്, നീ എന്നിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ പഠിപ്പിക്കുകയും എന്റെ പ്രവൃത്തികൾ നിന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ എന്റെ വിളിയുടെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണിപ്പോൾ. എന്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണെന്ന് നീ തുടർന്ന് മനസ്സിലാക്കും. പിന്നീട് തക്ക സമയത്ത് ഞാൻ നിന്നെ വിളിക്കുകയും നിനക്ക് യഥാർത്ഥ സമാധാനം നൽകുകയും ചെയ്യും. സമാധാനം എന്താണെന്ന് ശരിക്കും നിനക്കറിയാമോ? എനിക്ക് ശരിയായി അറിയില്ല. സമാധാനം എന്നത് മരണമെന്നാകാം, സഭയെന്നാകാം. വ്യക്തമായി എനിക്കറിയില്ല. ഞാനാണ് സമാധാനം. ഞാൻ ഇവിടെ നിന്റെ അരികിൽ തന്നെയുണ്ട്. എന്റെ വലതുകരം നിന്റെ എഴുതുന്ന കരത്തിന്മേലും എന്റെ ഇടതുകരം നിന്റെ ഇടതു തോളിലും വെച്ചിരിക്കുന്നു. ഞാനിവിടെ സന്നിഹിതനാണ്. നീ എന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. മകളെ, ഞാനാണ് നിന്റെ ഗുരു. എന്നോടൊപ്പം നടക്കുക. ഞാൻ നിന്നെ എന്റെ സന്ദേശവാഹകയായി നിയോഗിച്ചിരിക്കുകയാൽ എന്നോടുകൂടി പ്രയത്നിക്കുക. മനുഷ്യരിൽ നിന്ന് നിന്നിലേക്ക് നിരാശ കടന്നു വരുവാൻ അനുവദിക്കരുത്. അന്ധകാരം അവരുടെ ഹൃദയത്തിൽ കടന്ന് വിവേകത്തെ മുഴുവനും മായ്ച്ചു കളഞ്ഞിരിക്കുന്നതിനാൽ അനേകർക്ക് ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. സമാധാനത്തോടെ ഇരിക്കുക. ദൈവമായ ഞാൻ നിന്നെ ഉന്മാദത്തോളം സ്നേഹിക്കുന്നു. മകളെ, ധൈര്യമായിരിക്കുക. 11-12-1986. മകളെ, വിശുദ്ധയായിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഭയപ്പെടാതിരിക്കുക. മുമ്പത്തെ സന്ദേശത്തിന്റെ വിഷയത്തിലേക്ക് യേശു വീണ്ടും വരുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധി എന്നാൽ എന്താണ്? വിശുദ്ധയായിരിക്കുക എന്നാൽ നിർമ്മലയായിരിക്കുകയും പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. വിശുദ്ധിയായിരിക്കുക എന്നാൽ സ്നേഹപൂർവ്വം എനിക്ക് വേണ്ടി പ്രയത്നിക്കുക എന്നതാണ്. വിശുദ്ധിയായിരിക്കുക എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ അരികിൽ നിലകൊള്ളുകയും എന്നതാണ്. വിശുദ്ധിയായിരിക്കുക എന്നാൽ എന്നെ പോലെ ആയിത്തീരുക എന്നതാണ്. ഒരാൾക്ക് ഹൃദയത്തിൽ മാത്രമായി വിശുദ്ധിയിൽ നിലകൊള്ളുവാൻ സാധിക്കുമോ? സാധിക്കും. വിശുദ്ധ വസ്ത്രങ്ങളെക്കാൾ ഹൃദയമാണോ പ്രധാനപ്പെട്ടത്? അതെ, ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ അരികിൽ നിലകൊള്ളുക. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ എന്റെ അരികിൽ ഇരിക്കുന്നില്ല. നീ എന്നെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ആവർത്തിച്ച് കർത്താവ് ഇപ്രകാരം പറഞ്ഞത്. യേശു സന്തോഷവാനായിരുന്നില്ല. ഞാൻ പരിശുദ്ധനാണ്, അതിനാൽ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഞാൻ വാസ്തവമായി അങ്ങയുടെ അരികിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. പറയുന്നത് മനസ്സിലാക്കി തന്നെയാണോ നീ ഇത് പറയുന്നത്? നീ യഥാർത്ഥത്തിൽ എന്നെ അന്വേഷിക്കുന്നുവോ? എന്നെ ഉപേക്ഷിക്കരുതേ. ഇല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഒരിക്കലും? ഒരിക്കലുമില്ല. മകളെ, ഭയപ്പെടാതിരിക്കൂ. കന്യാസ്ത്രീയുടെ വസ്ത്രം നിനക്ക് ക്ലേശകരമായിരിക്കുമെന്ന് നീ ഭയപ്പെടുന്നുവോ? ധൈര്യമായി പറഞ്ഞുകൊള്ളുക. ഞാൻ എന്റെ ധൈര്യം മുഴുവൻ സംഭരിച്ചുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിക്കാൻ എനിക്കിഷ്ടമില്ല. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ധൈര്യത്തോടെ നീ ഇത് പറഞ്ഞുവല്ലോ. മകളെ, നീ സത്യത്തിൽ നിലകൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവമായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ മറിച്ചൊരു മറുപടി നൽകിയിരുന്നെങ്കിൽ അതെന്റെ മുഖത്തു നോക്കി കള്ളം പറയുന്നതാകുമായിരുന്നു. ദൈവം വളരെയധികം സന്തോഷവാനായിരുന്നു. ഒരുപക്ഷെ എന്റെ മറുപടിയിൽ അവിടുന്ന് ദുഃഖിതനും ആയിരിക്കാം. ഞാൻ ദുഃഖിതനല്ല. എന്നെ കേൾക്കുക. വേഷത്തിലല്ല, ഹൃദയത്തിലെ വിശുദ്ധിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുവസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഭാഗികമായി വിശുദ്ധിയായി തീരുമോ? വിശുദ്ധിയിൽ നിലകൊള്ളാൻ തിരുവസ്ത്രം ധരിക്കണമെന്നില്ല. ഹൃദയം അശുദ്ധമായിരിക്കുമ്പോൾ തിരുവസ്ത്രത്തിന് എന്തർത്ഥം? ഉപ്പിന് അതിന്റെ രുചി നഷ്ടപ്പെട്ടതുപോലെയാണ്. കൂടുതലായി എന്റെ അരികിൽ നിലകൊള്ളാൻ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ എന്റെ അരികിലേക്ക് കൂടുതലായി അടുപ്പിക്കും. എന്റെ സ്നേഹം അനുഭവിക്കുക. എന്നെ ഭയപ്പെടേണ്ട. ഞാൻ സമാധാനമാണ്. യേശുവായ ഞാൻ നിന്നെ വഴി കാണിക്കുന്നു. ഞാൻ നിന്നെ നയിക്കുന്നു. കൂടുതലായി പ്രാർത്ഥിക്കുകയും
ഈ വിധം എൻ്റെ സന്ദേശം സ്വീകരിക്കുകയും ചെയ്യുക. എന്നിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക. എന്നെ ആഗ്രഹിക്കുക. സമയം അടുത്തിരിക്കുന്നതിനാൽ ജാഗ്രതയോടെ ഇരിക്കുക. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.